അല്ല, ഞാൻ കരയുമ്പോ കണ്ണു തുളക്കാൻ മോള് ഓടി വരുമല്ലോ, അതൊരു സുഖല്ലേ? അങ്ങനെ മോളെ കൊണ്ട് കണ്ണു തുളപ്പിക്കാൻ വേണ്ടി ഞാൻ അടുക്കളക്ക് കരയും. അയ്യാ, അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ചുമ്മാ എപ്പോഴും കരഞ്ഞാലേ ഞാൻ ഓടി വരുമൊന്നുമില്ല. ഇനി ആവശ്യമില്ലാതെ കരഞ്ഞ നല്ല തല്ലും കിട്ടും. ആഹാ, എന്നെ തല്ലിയ ഞാനും തിരിച്ചു തല്ലും. തല്ലോ? ഓ വയ്യ മോളെ വയ്യ. എന്താ അച്ഛമ്മേ? തലവേദനയായാലും ശരീരവേദനയായാലും അത് കൊണ്ടിളകുന്നതേ രാത്രിയാണല്ലോ. രാവിലത്തെ വീഴ്ചയുടെ ശരിയായ വേദന. അയ്യോ, എനിക്കിപ്പോഴാ മക്കളെ തുടങ്ങിയത്. മക്കളിഞ്ഞു വാ, കുറച്ചു നേരം അച്ചമ്മയ്ക്കൊന്ന് മസാജ് ചെയ്തതാ. മോള് മസാജ് ചെയ്ത് തന്നാലേ ആ വേദന അപ്പോഴങ്ങ് മാറും. അല്ല, മോക്ക് വിഷമാണെങ്കി വേണ്ട, അച്ചമ്മ വേദന സഹിച്ചങ്ങ് കടന്നോളാം. അയ്യോ, ഒരു വിഷമമില്ല അച്ഛമ്മേ, സന്തോഷേ ഉള്ളൂ. വീട്ടില് വെച്ചും ഇവള് മസാജ് ചെയ്യുമ്പോ ഒരു പ്രത്യേക സുഖ. ഞാനിപ്പോ അച്ഛമ്മേ. ഓ അത് തന്നെ, ഒരു 5 മിനിറ്റ്. ഞാൻ എന്ത് ചെയ്യാനാ ബാലു? ഇപ്പൊ വരാം പ്ലീസ്. ഉറങ്ങി. ഞാൻ ഇവിടെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. എന്തായാലും നിന്റെ അച്ഛമ്മ എന്റെ അമ്മോ ഒരു പ്രത്യേക ഐറ്റം തന്നെ. പോട്ടെ ബാലു. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവരെ നമ്മുടെ ബെഡ്റൂമിൽ ഒന്ന് സന്തോഷത്തോടെ സംസാരിച്ചിട്ട് പോലുമില്ല. അച്ചുടാ, തന്നെ എന്റെ കൈ കിട്ടിയിട്ട് ഇതുവരെ കൊതി തീരെ ഒന്ന് കാണാൻ കൂടി കിട്ടിയിട്ടില്ല എന്നുള്ളതാ സത്യം. പോട്ടെ ബാലു, ഞാനിപ്പോ വന്നില്ലേ? ആ മക്കളെ, നീ പോയാ? അച്ഛമ്മ, എന്നാലും നീ നല്ല പണിയാ കാണിച്ചേ. എന്നെ അവിടെ കിടത്തിയിട്ട് മിണ്ടാതിങ്ങി പോന്നല്ലേ? അല്ല അച്ഛമ്മ, അച്ഛമ്മ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. എന്നാ പിന്നെ ഉറങ്ങട്ടെന്ന് കരുതി. ഫസ്റ്റ് ഞാൻ ഉറങ്ങായിരുന്നു. ഞാൻ അവിടെ ചൂടെടുത്തിട്ട് പുകഞ്ഞ് ഭഗവാനെ എന്നെ ഒന്ന് ഉറക്കി തരണേന്ന് കണ്ണടച്ചോണ്ട് പ്രാർത്ഥിക്കായിരുന്നു. അതുമല്ല, നിങ്ങളുടെ ആ പഴഞ്ച സോഫയിൽ കിടന്നാ ഉറങ്ങാൻ പറ്റൂല. എനിക്ക് നടുവേദന കൂടി. അയ്യോ, ഇന്നത്തേക്ക് ഞാൻ ഇവിടെ ഈ കട്ടിലിൽ കിടക്കാൻ പോവാ. എനിക്ക് വയ്യ, ഇങ്ങോട്ടൊന്ന് മാറടാ. മനുഷ്യ സമാധാനമായിട്ട് കിടന്നൊന്ന് ഉറങ്ങട്ടെ. അയ്യോ അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വാമോളെ വാ, നമുക്ക് ഒരുമിച്ച് കിടക്കാം. അവൻ അവിടെ താഴെ എങ്ങനെ കിടക്കട്ടെ. ഓ, കൊച്ചു പയ്യൻ തന്നെയല്ലേ, അവന് തറയെ കിടന്നാലും ഉറങ്ങാൻ പറ്റും. പിന്നെ കിടന്നിട്ട് ലൈറ്റ് അണയ്ക്കണ്ട. എനിക്ക് നല്ല ഉറക്കബോധമാ. ഒരു തുരുമ്പ് അനങ്ങിയ അപ്പ ഞാൻ അറിയും. പിന്നെ ഈ വെട്ടവും വെളിച്ചവും ഇല്ലെങ്കിലേ എനിക്കങ്ങ് പേടിയാടാ. ലൈറ്റ് അണയ്ക്കരുത്, അറിയാലോ? വാ മോളിഞ്ഞു പാടി കിടക്ക. മക്കളെ, ഇങ്ങോട്ട് തിരിഞ്ഞേ അച്ചമ്മയ്ക്കൊന്ന് മസാജ് ചെയ്ത. ശരി അച്ഛമ്മ. ഒന്ന് നിന്ന് തിരിയായ ഇടമില്ല. വീടിന്റെ വാതില് കടന്നാൽ മുറ്റത്തൂടൊക്കെ തെക്ക് വടക്ക് കോളനിക്കാര് നടക്കുവാ. നമ്മുടെ മോളെ എല്ലാം അങ്ങ് സഹിക്കുക, എന്നിട്ടേ ചിരി വരുത്തി അങ്ങ് നിക്കുക. സുധാമണിയുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ടമ്മേ? ഓ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ തന്നെ. പക്ഷെ സ്നേഹം കടയെ കൊണ്ട് കൊടുത്താലേ ചോറ് കിട്ടുവോ?
ആ അതിന് പണം തന്നെ വേണം. പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണോ? എന്താ അമ്മേ? ഞാൻ പറയുന്നത് കേട്ട് നീ ഞെട്ടിപ്പോവരുത്. അമ്മ കാര്യം പറ. സുധാമണിയുടെ ഭർത്താവേ, അതായത് നമ്മുടെ അപർണയുടെ അമ്മാവൻ ആരായിരുന്നെന്ന് നിനക്കറിയാമോ? ആരായിരുന്നു? അയ്യോ എന്റെ പൊന്നുമോളെ, അവനൊരു ജയിൽ പുള്ളി, കൊലയാളി. ഈശ്വര, ജയിലിനകത്ത് വെച്ച് തീ പിടിച്ച് മരിച്ചെന്നോ തീ കൊളുത്തി മരിച്ചെന്നോ ഒക്കെയാ ഇവിടെ പറയുന്നേ. ദൈവമേ, ഇങ്ങനെ ഒരു കുടുംബത്തിലേക്കാണോ നമ്മൾ നമ്മുടെ മോളെ അയച്ചത്? യോ നീ വിഷമിക്കാതെ മോളെ, നീ നോക്കിക്കോ, എണ്ണിക്കൊണ്ട് 1 മാസം അതിനകം ഞാൻ നമ്മുടെ മോളെയും കൊണ്ട് അങ്ങോട്ട് വരും, ഉറപ്പാടി. ആ ഇവിടെ ഞാൻ പൊളിച്ചടുക്കി. ഹലോ, കെ എന്നത് കിരണിന്റെ കെയാ. സോ ഇന്ന് മുതൽ നമ്മൾ ഒറ്റ ടീമാ. കെ ഗ്രൂപ്പിനെ കേരളത്തിലെ നമ്പർ 1 കമ്പനിയാക്കാൻ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. അപർണ, മനസ്സിൽ കയറിയ പെണ്ണിനെ കൈവശപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ഇതുപോലെ അവള് ജോലി ചെയ്യുന്ന കമ്പനി കോടികൾ ചെലവാക്കി വിലക്ക് വാങ്ങിക്കോളൂ. കെ എ ഗ്രൂപ്പ്, കിരൺ അപർണ ഗ്രൂപ്പ്. ബാലു, ഒരു വാശിക്കും ദേഷ്യത്തിനും വേണ്ടി ഒട്ടും ആലോചിക്കാതെ ഇങ്ങനെ എടുത്തു ചാടി പെരുമാറില്ലേ? ഇവിടെ ഇപ്പൊ രാജിക്കത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളായിട്ട് തന്നെ നമ്മളെ തോൽപ്പിക്കുന്നത് പോലെയാ. അപർണ, ഇവിടെ എനിക്കിപ്പോ നിന്റെ വേദാന്തം ഒന്നും കേൾക്കണ്ട. ഞാൻ രാജി കൊടുക്കാൻ പോവാ. തനിക്ക് വേണമെങ്കിൽ രാജി കൊടുക്കാം, അല്ലെങ്കിൽ തനിക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഞാനില്ല, ഞാൻ ഇറങ്ങുവാ. ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടെന്താ, വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യും. ശരി, വേറെ കയറുന്ന കമ്പനി ഇയാള് വാങ്ങിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴോ? ഇതൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളാ. എന്ത് സാങ്കല്പികം? ഇത് സംഭവിക്കാമെങ്കിൽ അതും സംഭവിക്കാം. ബാലു, ആരെങ്കിലും പേടിച്ച് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന ജീവിതാവസാനം വരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ദേ, ഇപ്പൊ തന്നെ നമ്മുടെ വിവാഹകാര്യം എന്തുമാത്രം എതിർപ്പുകൾ ഉണ്ടായിരുന്നു, നമ്മൾ പിന്മാറിയോ? ഫൈറ്റ് ചെയ്ത് നമ്മൾ ജയിച്ചു. നമ്മുടെ കിരൺ കിരൺ, അപർണയും ബാലുവും വർക്ക് ചെയ്യുന്ന സ്ഥാപനം സ്വന്തമാക്കി. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്നേ ഒരു സൂചന തന്നിരുന്നല്ലോ. കിരൺ ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന്. ഇതതിന്റെ തുടക്കമാണ്. എന്നുവെച്ചാൽ അവൻ ഇപ്പോ ഒരു സ്ഥാപനം നടത്തി കാശ് സമ്പാദിക്കേണ്ട കാര്യമില്ല. ഇങ്ങനൊരു ബിസിനസ്സിലും താല്പര്യമില്ല. പക്ഷേ ബാലുവിന്റെയും അപ്പുവിന്റെയും ഓഫീസ് കിരൺ വിലക്ക് വാങ്ങി. ആ സ്ഥാപനം അവൻ വാങ്ങിയത് ചില കണക്ക് കൂട്ടലുകളോടെയാ. ഞാൻ പറയുന്ന എന്തൊക്കെയെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? എടി, കിരണിന്റെ മനസ്സിൽ നിറയെ അപർണയാ. അവൻ അപർണയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറാ. അപർണ വേറെ വിവാഹം ചെയ്തതൊന്നും അവനൊരു പ്രശ്നമേ അല്ല. ഇപ്പോ അപ്പുമോളുടെ ഓഫീസ് കൂടി വാങ്ങിയ സ്ഥിതിക്ക് എല്ലാം നമുക്ക് അനുകൂലമായി വരികയാണെന്നാ തോന്നുന്നത്. ഏത്
എന്തായാലും നമ്മള് പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ട് അവള് കാതൊക്കെ കുറ്റിയിട്ട് ഭദ്രമായിട്ടിരിക്കുക കേട്ടോ. മോളെ അയ്യോ അച്ഛൻ. മോളെ കേൾത്തനെ കഥവ് തുറക്ക്. ഞങ്ങളെ മോളെ കഥവ് തുറക്ക്. ആ തുറക്ക്. അയ്യോ ദാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എവിടെ വിളിക്കും? ഏയ്, അവിടെ വിളിച്ച് അച്ഛൻ കാണും. പിന്നെ എവിടെ വിളിക്കും? മോളെ കേൾത്തനെ ഇവിടുത്തെ എന്തെടുക്കുക? കേൾത്തനെ ശബ്ദം ഉണ്ടാക്കരുത്. അച്ഛൻ എന്തെങ്കിലും എടുക്കാൻ വന്നതായിരിക്കും. സ്റ്റോർ റൂമാ. അവര് പോയ ഉടനെ പെട്ടെന്ന് കേൾത്തനെ അച്ഛാ ദേ ഞാൻ വരുന്നു. കീർത്തന എടി കീർത്തനെ നീ എന്താ വാതിൽ തുറക്കാൻ താമസിച്ചേ? ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു അച്ഛാ. ഓ ആ വാ ഇറങ്ങ. എങ്ങോട്ടാ അച്ഛാ? ദേ ചോദ്യമൊന്നും വേണ്ട, ഇറങ്ങാൻ പറഞ്ഞാ ഇറങ്ങണം. എങ്ങോട്ടാ എന്താന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ പറഞ്ഞോളാം. നീ ഇറങ്ങ വാ. മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ വിഷമം. മോളെയും കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്. ആ അല്ല, എനിക്കൊരുപാട് പഠിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം എന്ന് പറയുമ്പോഴോ അടുത്ത് അങ്ങ് കൂടുന്നത്. വാ വന്നേ. വാ മോളെ, ഒറ്റയ്ക്ക് ഇരിക്കണ്ട. പ്ലീസ് അമ്മേ, എന്താന്നറിയത്തില്ല, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. മോളെ ഞാൻ തുറന്നു പറയാം, ആ സാഗർ ചിലപ്പോ നിന്നെ ശല്യപ്പെടുത്താൻ വരും. അതുകൊണ്ടാ ഒറ്റയ്ക്കിരിക്കണ്ടെന്ന് പറഞ്ഞത്. എന്തോന്ന് തമാശ. ആ സുധാമണി നന്നാവണം തന്നെയാ എന്റെയും പ്രാർത്ഥന. പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഈ സദ്യ എങ്ങനെ വരുവോ എന്തോ. എന്റെ ദൈവമേ, സദ്യ നന്നാവണേ. ഉപ്പ് കൂടരുതേ, പായസത്തിൽ മണ്ണെണ്ണ ചുവയ്ക്കരുതേ. ചേച്ചി, ചേച്ചിയെ വിശ്വസിച്ചാ ഞാൻ പോകുന്നത്. ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അമ്മേ, ആ, ഞാൻ എന്ത് ദ്രോഹ അമ്മയ്ക്ക് ചെയ്തത്? അമ്മ എന്തിനാ എന്നെ എന്നും കുത്തി നോവിക്കുന്നത്? ആ, അത് ശരി. ഞങ്ങളുടെ കുടുംബത്തിനെ ആകെ നോവിച്ചതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്നോ രണ്ടോ വാക്ക് അധികം പറഞ്ഞപ്പോ നിനക്ക് അത്രയ്ക്ക് അങ്ങ് വേദനയായി അല്ലേ? ബാലുവും അപർണമോളും തമ്മിലുള്ള കല്യാണത്തിന്റെ കാര്യമാണെങ്കില് അവർ പരസ്പരം ഇഷ്ടപ്പെട്ട ഒന്നായതല്ല അമ്മേ. ഉം, അവരെ ദൈവം ഒരുമിപ്പിച്ചു. ഉം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഒരുമിപ്പിച്ചതിനെ മനുഷ്യന് വേർപിരിക്കാൻ പറ്റും. അമ്മ അമ്മ എന്താ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ ചെവിക്ക് എന്താ കുഴപ്പമുണ്ടോ? ശരി, എന്നാലേ നീ നേരായിട്ട് കേട്ടോ. ദൈവം ഒരുമിപ്പിച്ചതാണെങ്കിലും മനുഷ്യൻ വിചാരിച്ചാലേ അതിനെ വേർപിരിക്കാൻ പറ്റും. ഞാൻ അമ്മയോടൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയും സുധാമണി, എനിക്ക് അത്രയ്ക്ക് വേദനയുണ്ട്. ആ, ഞാൻ മാർക്കറ്റിൽ പോവാ സാധനം എടുക്കാൻ. ഞാനും സാഗരം കൂടിയാ പോകുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും ഇവിടെ തയ്യാറാക്കണോ അതോ വരുമ്പോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണോ? നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ മേടിക്കും. ഇവിടെ കൊണ്ടുവരുമ്പോ ഞാൻ നോക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിക്കാൻ, ഇല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയും. അത്ര തന്നെ. സാഗരേ മോനെ, എന്ത് ഇന്റേണൽ അസസ്മെന്റ്? ബാലു മെല്ലെ, മറ്റുള്ളവർ കേക്കും. എനിക്കിതൊന്നും ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല അപർണ. ബാലു, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഇനി പറയാലോ അല്ലേ? അകത്തെന്തായിരുന്നു ഇത്രയ്ക്ക് കളിയും ചിരിയൊക്കെ? കളിയും ചിരിയോ? ഞങ്ങള് ടീം ലീഡേഴ്സുമായിട്ട് കിരൺ സാർ സംസാരിക്കായിരുന്നു. ടീം ലീഡേഴ്സ് എന്ന് കേട്ടാ തോന്നും ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മറ്റോ ആണെന്ന്. നമ്മളെല്ലാവരും ഒരേ ഗ്രേഡ് തന്നെ. ഒരു ലീഡർ. ഷെടാ, എല്ലാം ഇങ്ങനെ ലെൻസ് വെച്ച് നോക്കിയിരുന്നാലോ? എനിക്കെന്തോ കാര്യങ്ങളൊക്കെ ബോറായിട്ട് തോന്നുന്നു. ബാലു എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ വറീഡാവുന്നത്? കഴിഞ്ഞ ഒരു മാസത്തെ ഒരു അസസ്മെന്റ് നടത്തുമായിരുന്നു. ഓഫീസ് കാര്യം അല്ലാതെ ഒരു വാക്ക് പോലും സാറ് പറഞ്ഞില്ല. സാറ് സാറ് സാറ്
ഒന്ന് നിർത്ത്. ഹ, എന്താ ബാലു? അപർണ, അവൻ കണ്ണിങ്ങ. ഇതൊക്കെ അവന്റെ സൂത്രമാ. അവൻ ഒരു ജെന്റിൽമാൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. നിനക്കാണെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇതെന്ത് കഷ്ടാ. എന്തിലും കുഴപ്പം കണ്ടുപിടിക്കാൻ നടന്നാലേ ലോകത്തുള്ള എല്ലാവരും കുഴപ്പക്കാരായിട്ടേ നമുക്ക് തോന്നും. അത് ശരി, അവന് നീ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാണോ? നീ നോക്കിക്കോ, അവൻ എത്ര വലിയ കുറുക്കനായിരുന്നു എന്ന് നീ തിരിച്ചറിയും. ബാലുവിന്റെ പ്രശ്നം എന്താ? നമ്മൾ ഇവിടുന്ന് രാജിവെക്കണോ? ഞാൻ റെഡി. അവൻ MD ആയിട്ട് വന്ന ആദ്യത്തെ ദിവസം തന്നെ രാജിവെച്ചാ മതിയായിരുന്നു. അപ്പൊ നീ 100 ന്യായങ്ങൾ പറഞ്ഞു. ബാലുവിന്റെ വിഷമവും ദേഷ്യവും ഒക്കെ എനിക്ക് മനസ്സിലാവും. കിരൺ നമ്മുടെ ലൈഫിനൊരു ഭീഷണിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഏതു മനുഷ്യരും എല്ലാ കാലവും ഒരുപോലെയാണോ? അവര് തന്നെ മാറും. അയാൾക്കിപ്പൊ ഈ കമ്പനിയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. പെർഫോമൻസ് മങ്ങിയവരെ ഒന്ന് അലേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാലു ഒന്ന് ശ്രദ്ധിക്കണം. ബാലുവിനെ ഞാൻ തീർക്കും, അതുറപ്പാ. അതെന്തുകൊണ്ടാ? നേരത്തെ ഉള്ള വൈരാഗ്യമാ. ഇപ്പൊ പുതിയ ചില ഡെവലപ്മെന്റ്സും വന്നിട്ടുണ്ട്. അവനെ അവന്റെ കുടുംബത്തിനെ ഞാൻ തീർക്കും. കുടുംബത്തോട് പക അയക്കോ? അതില് അപർണ അങ്ങ് വിട്ടേക്കണം. വിട്ടു സാർ. ഇനി അപർണ എന്റെ സഹോദരിയാ. സത്യത്തിൽ എന്റെ മകന്റെ കാര്യത്തിൽ ഞാൻ അപർണയെ എന്റെ ശത്രുപക്ഷത്ത് നിർത്തിയതാ. അതിന്റെ സൂചനകളും കൊടുത്തിരുന്നു. ഞാൻ ബാലുവിന്റെ അമ്മയുമായിട്ടൊന്ന് കൊമ്പ് കോർത്ത അവരോട് അപർണയെ കുറിച്ചും പറഞ്ഞു. പക്ഷേ ഇപ്പോ അപർണ സാറിന്റെ ആളാ. സാറിന്റെ ആളെന്ന് വെച്ചാ എന്റെ ആള്. ഗുഡ്. ബാലുവിനെ താൻ എങ്ങനെ വേണോ വലിച്ചു കീറിക്കോ. പക്ഷെ അപർണയുടെ ദേഹത്ത് ഒരു പൊടിയെങ്കിലും വീണ. ഇല്ല സാർ, ഇല്ല. പിന്നെ ബാലുവിനെ ഒതുക്കുന്നത് തന്ത്രപരമായി വേണം. എന്നുവെച്ചാ വൈരാഗ്യം പ്രകടമാക്കരുത്. ഓഫീസില് ഒരു ടോക്ക് ഉണ്ടാവരുത്. ഒക്കെ ഞാൻ നോക്കിക്കോളാം സാർ. സാറിന്റെ കൂടെ ഇനി എന്തിനും ഏതിനും ഈ ഞാനുണ്ടാവും. എന്താ അമ്മേ? ഇവിടുത്തെ ആ ഇളയ ചെറുക്കനുണ്ടല്ലോ, സാഗർ, ആ നാശത്തിനെ കാണാനില്ലെന്ന്. ആ, അവനെ കാണാനില്ലേ? ആ ചെറുക്കനെ നിന്ന നെൽപ്പിൽ അങ്ങ് കാണാതായി. കോളനിയിൽ ആകെ ജഗപുകയാ. സുധാമണി മൂട്ടില് തീ പിടിച്ച പോലെ തെക്ക് വടക്ക് ഓടി നടക്കുന്നു. ബാലും മോളും കൂടി ഓഫീസിൽ നിന്ന് ഓടി പനി വന്നു. കഷ്ടമാ മോളെ, നമ്മുടെ മോളുടെ കാര്യം പരമ കഷ്ടമാ. ഈശ്വരാ, എന്തൊരു ഗതികേടാ ഇത്. സുധാമണി പാചകക്കാരി, ഭർത്താവ് ജയിൽ പുള്ളി, ദാ ഇപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും. ആ നമ്മുടെ മോളെ എങ്ങനെയാ അമ്മ അവിടെ കഴിയുന്നേ? നീ വിഷമിക്കാതെ. അധികം വൈകാതെ അവൾക്ക് ഇവിടെ മടുത്തു തുടങ്ങും. ആ മടുപ്പ് ക്രമേണ വെറുപ്പായി മാറും. ഞാനിവിടെ ഉണ്ടല്ലോ. ഈ ആളി കത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ അമ്മയ്ക്കറിയാം. എത്രയും പെട്ടെന്ന് തന്നെ ഞാനും മോളും കൂടി അങ്ങോട്ട് വരും. ശരി അമ്മേ. ആ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈശ്വരാ ഭഗവാനേ, പറയാ. സാറിനറിയാം. സാറ് പറ, എവിടെയാ സാഗർ? സാർ എവിടാന്ന് പറഞ്ഞാലേ സാറിനെ വിടും. എന്റെ കോളനിയിൽ എന്റെ ഔദാര്യത്തിൽ താമസിച്ചോണ്ട് നീയൊക്കെ എന്നോട് അവളാവുന്നോടാ. നിന്റെയൊക്കെ ഈ ചാട്ടം ഉണ്ടല്ലോ, അധികം വൈകാതെ ഞാൻ അവസാനിപ്പിക്കും. കാത്തിരുന്നോ. ഒരു പയ്യനെ അപകടപ്പെടുത്തിയിട്ടേ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തും. ആ ഭീഷണിപ്പെടുത്തും. സർ, എന്റെ കൊച്ചേട്ടൻ എവിടെയാ സർ? ഒന്ന് പറയ് സർ. ഓ അയ്യോ മോളെ, അവന് എന്റെ ഈ പോക്കറ്റിലുണ്ട്. എന്റെ പൊന്നു സാറേ, ഇങ്ങനാ നമ്മുടെ നാട്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ കള്ളനാക്കും. സാറേ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി. ദൈവത്തോർത്ത് ആരുടെ പേരിലും കുറ്റം ആരോപിക്കരുത്. സാർ പൊയ്ക്കോ. അയ്യോ, എന്റെ കോളനിയില് എനിക്ക് സഞ്ചരിക്കാൻ നിന്റെയൊക്കെ അനുവാദം വേണം അല്ലേ? നീയൊക്കെ കാത്തിരുന്നോ, ഞാൻ ഉടനെ തന്നെ പണി പാലും വെള്ളത്തിൽ തരുന്നുണ്ട്. ബഹളം ഉണ്ടാക്കാതെ മാറിയിരിക്കടി. നീയൊക്കെ ചെവി നുള്ളിക്കോ, ഞാൻ കാണിച്ചു തരാം. എന്താണ് ചേട്ടാ. പാവം, എത്ര നല്ല തങ്കപ്പെട്ട മനുഷ്യൻ.
അങ്ങേരെ ഇതുപോലെ വിഷമിപ്പിക്കുന്നതേ കഷ്ടമാണേ. മോളെ വിട്. ഓൻ എന്നോട് പറഞ്ഞതാ എന്റെ മക്കളെ ഓരോരുത്തരെയായി ഓൻ കുഴപ്പത്തിലാക്കുന്നു. ബാലുവിനെ അവൻ ഫോൺ ചെയ്തതല്ലേ. എനിക്കോനെ കാണണം. എനിക്കോനെ ഇപ്പൊ പോയി കാണണം. അമ്മയെ അമ്മയൊന്നും സമാധാനപ്പെടമ്മേ. അങ്ങനെയൊന്നും ചുമ്മാ ഒരാളെ അപായപ്പെടുത്താനൊന്നും പറ്റില്ല. എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. നിക്ക്. വിളിക്കേ, വേഗം വിളിക്കേ. ഓൻ പറയുന്ന എനിക്ക് കേൾക്കണം. സ്പീക്കറിലൂടെ. എന്ത് വേണം സാർ? എന്റെ അനിയനെ വേണം. എങ്ങനെ? പ്രമോദേ, കളിച്ച് കളിച്ച് ലിമിറ്റ് കടന്ന് കളിച്ച കാര്യം കൈവിട്ടു പോവും. നിന്റെ മോൻ കാണിച്ച തെമ്മാടിത്തരത്തിന് നിയമത്തിന്റെ വഴിയില ഞങ്ങൾ നീങ്ങിയത്. അതിന് ഇമാതിരി വേടത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയ അതേ നാണയത്തിൽ ഞാനും തിരിച്ചടിക്കും. എന്റെ അനിയൻ എവിടെ? അത് പറ. പ്രമോദ് പണി തന്നിരിക്കുമെന്ന് പറഞ്ഞാ അത് 100% തന്നിരിക്കും. ആ പണി വരുന്നുണ്ട്. നീ ഒരുങ്ങിയിരുന്നു. പക്ഷേ നിന്റെ അനിയന്റെ കേസ് എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. അവനെ ഏതെങ്കിലും പെമ്പിള്ളാറെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ. അവിടെ കാണും. എന്റെ അനിയൻ നിന്റെ മോനെ പോലെ പെമ്പിള്ളേരുടെ വീട് നോക്കി നടക്കുകയല്ലടാ. ഒന്ന് പോടാ. നീ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതല്ലേ? നീ കൊണ്ട് കേസോട്. ഞാൻ നിന്റെ അനിയനെ അപകടപ്പെടുത്തി എന്ന് പറഞ്ഞു. പ്രമോദേ, ഹലോ. അമ്മ, അയാള് പറയുന്നത് കേട്ടാ തന്നെ അറിയാം അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. പിന്നീട് എന്റെ മോനെ എവിടെയാ? അമ്മ ഒരു 2 മണിക്കൂറുടെ ഒന്ന് ക്ഷമിക്ക. 2 മണിക്കൂർ നമുക്ക് നോക്കാം. ബാലു, 2 മണിക്കൂറുടെ നോക്കിയിട്ടും വിവരമൊന്നുമില്ലെങ്കിൽ എവിടെയായിരുന്നു സാഗർ ഇതുവരെ? ഇന്ന് ഉച്ച മുതൽ ഈ കോളനിയിലെ ആരും സമാധാനത്തോടെ ഒന്നും ഇരുന്നിട്ടില്ല. എവിടെ പോയിരുന്നാ? നീ എന്താ ഫോൺ എടുക്കാത്ത? ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നിരിക്കും അല്ലേ? അച്ഛമ്മ, നീ മിണ്ടായി. ഞാൻ ഒരു കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു. അവിടെ ഫോൺ വെച്ചിട്ട് ഞാൻ വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. എനിക്ക് വരുന്ന ഫോൺ കോൾ എടുക്കരുതെന്ന് എഴുതിയിട്ടാ ആ ഫോൺ എടുക്കാതിരുന്നത്. നല്ല കഥ. ഇത് ഏത് പുസ്തകത്തിൽ വന്നതാ? നീ ഏത് കൂട്ടുകാരന്റെ വീട്ടിലാ പോയത്? ഞാനും എത്ര വിളിച്ചതാ. നിന്റെ കൂട്ടുകാരൊന്ന് റിപ്ലൈ ചെയ്തൂടെ? അമ്മേ, സാഗർ ആകെ വിഷമിച്ച് നിക്ക. എല്ലാവർക്കും ഇന്നത്തെ ഒരു അലച്ചിലിന്റെ ക്ഷീണമുണ്ട്. ഇനിയിപ്പോ സാഗർ അല്പം റെസ്റ്റ് എടുക്കട്ടെ. അപർണ പറഞ്ഞതാ ശരി. അപ്പൊ സാഗറേ, ഇനി എങ്ങോട്ടെങ്കിലും പോകുമ്പോ വിളിച്ചാ ഫോൺ എടുക്കണം. പോട്ടെ. അമ്മ തീ തിന്നായിരുന്നട. കുറച്ചേ വെള്ളം കൂടെ കൊടുത്താ തീ അങ്ങ് കെട്ടോളൂ. അച്ഛമ്മ ഒന്ന് വെറുതെ ഇരിക്കോ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. അപ്പോഴേക്കും അവക്ക് കയറി കൊണ്ടു. എന്ത്? അമ്മ ചെന്ന് കിടക്ക്. മീനാക്ഷി, നീയും കിടക്ക്. അച്ഛമ്മയും ചെന്ന് കിടന്നോളൂ. ഈശ്വര ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇട്ടേക്കാതെ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കണേ. സാഗർ പറയുന്നതിൽ എവിടെയോ എന്തോ മിസ്സിംഗ് ഉള്ളത് പോലെ തോന്നുന്നു. ഒരു കഥയുണ്ടാക്കി പറയുന്ന പോലെ. സത്യത്തിൽ എന്താ നടന്നതെന്ന് നാളെ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല. നേരം വിളിക്കട്ടെ. എന്റെ രീതിയിൽ ഞാനൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. ഏത് അപകടത്തിൽ നിന്നും ഏത് അവസ്ഥയിൽ നിന്നും രക്ഷിക്കാന്ന് വാക്ക് തന്ന താലി കിട്ടിയ ആള് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോ എങ്ങോട്ടോ മാഞ്ഞു പോന്ന പോലെ പോയി. എന്റെ ഓരോ തകർച്ചയിലും ഞാൻ നിങ്ങളുടെ ഫോട്ടോ നോക്കി എന്റെ ശബ്ദം പുതുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ജീവിക്കും. സുധാമണി തളരില്ല. ഒന്നിനും
സുധാമണിയെ തളർത്താനും പറ്റില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക നിമിഷങ്ങളായിരുന്നു ഇന്ന്. സാഗർ കാരണമുണ്ടായിരുന്ന അവസ്ഥ അത് കഴിഞ്ഞപ്പോതാ കൂടുതൽ ശക്തിയായി. ഇനി ഇതുപോലൊരു പ്രതിസന്ധി എനിക്ക് പ്രശ്നമല്ല. അത് നിങ്ങളോട് പറയാനാ ഞാൻ വന്നത്. എന്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളാ. നിങ്ങളോട് എന്റെ ജയത്തെക്കുറിച്ച് പറയുമ്പോ എനിക്കൊരാശ്വാസം കിട്ടും. ഇപ്പോ എന്റെ മനസ്സിലെ ഭാരം കുറഞ്ഞു, ശരീരത്തിന് ശക്തി കിട്ടി. അത് മതി. ആ ഓരോ അവസ്ഥകൾ മാറുമ്പോഴേ നമ്മൾ ഓരോ ഇടത്തെത്തും. അനിയത്തിയാവും, ചേച്ചിയാവും, അമ്മയാവും, അമ്മായിയമ്മയാവും, തമ്പുരാട്ടിയും ആവും. എല്ലാം ദൈവത്തിന്റെ ഓരോ കളികളല്ലേ? അതെ അതെ. ആ ദൈവം ഉണ്ടായിട്ടല്ലേ ഓരോ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മൾ അറിയുന്നത്. അല്ല ഇപ്പൊ എന്ത് അത്ഭുതം ഉണ്ടായത്? ആ എടി, ഇന്നലെ മുഴുവൻ ആ തലതെറിച്ച ചെക്കൻ സാഗറില്ലേ, ആ പിള്ളയുടെ വീട്ടിനകത്ത് അടിച്ചിട്ട മുറിയിലായിരുന്നു. എന്തോന്ന്? ആ ആരുടെ കണ്ണി പെട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഓരോ കളികളെന്ന്. അല്ലേ? എന്താ അമ്മച്ചി? അല്ല എന്താ തമ്പുരാട്ടി അമ്മച്ചി പറയുന്നേ? അല്ല, ദൈവത്തിന്റെ ഓരോ അത്ഭുതങ്ങളെ ഇന്നലെ പകല് മുഴുവൻ കോളനിക്കാര് സാഗറിനെ അരിച്ചു പെറുക്കായിരുന്നല്ലോ. ആ സമയം സുധാമണിയുടെ ഇളയ ചെക്കൻ സാഗറെ ആ പിള്ളയുടെ വീട്ടിനകത്തായിരുന്നു. ആ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉന്നാരെ അനിയനില്ലേ, ഇന്നലെ അവന് എന്റെ വീട്ടിലായിരുന്നു. അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് നാടടക്കി അട്ടഹാസം നടത്തുമ്പം അവൻ എന്റെ വീട്ടിൽ കയറി ഒളിച്ചു കിടക്കുകയായിരുന്നു. സുധാമണി, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. വെള്ളച്ചൻ പറഞ്ഞ സത്യാണോടാ? പറയടാ. സാറേ, എന്താന്ന് വെച്ചാ തുറന്നു പറ. ഓ, അതിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സംഗതി സത്യമാ. ആ കൊച്ചെ എന്റെ മോളോട് പറയുന്നത് ഞാൻ കേട്ടതാ. സത്യാണോ മോളെ? മോളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിൽ ഇങ്ങനെ വഴക്കും ബഹളമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടും. കണ്ടോ കണ്ടോ, ഞാൻ പണ്ടേ പറഞ്ഞതാ ഇതുപോലത്തെ ചേരിയിലും കോളനിയിലും ഒന്നും നമ്മുടെ മോളെ പിടിച്ചു കൊടുക്കരുതെന്ന്. അപ്പൊ നീ വലിയ വേദാന്തിയായി. ഇപ്പോഴോ അമ്മയും യാമിനി സന്ധ്യമൊക്കെ പറയുന്നത് സത്യമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നത്. ആ പപ്പ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ പിള്ള ഒരു കുഴപ്പക്കാരനാ. മഹേഷേ, ഈ അപർണമോള് പറയുന്നൊന്നും നീ കാര്യമാക്കരുത്. താലി കഴുത്തി വീണു പോയില്ലേ, ഇനി ഭർത്താവിന്റെ വീട്ടുകാരെ ന്യായീകരിച്ചല്ലേ അവക്ക് പറ്റുള്ളൂ. പപ്പ പപ്പ വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാന്ന് ഉദ്ദേശിച്ച് തന്നെയാ ഞാൻ വന്നത്. പക്ഷേ അല്ലാതെ എന്റെ വയറ് നിറഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീയും ബാലും ഉടൻ തന്നെ ഇവിടുന്ന് മാറണം. ഒന്നുകിൽ അവിടെ നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ കൊള്ളാമെന്ന് വേറെ എങ്ങോട്ടെങ്കിലും. എന്തായാലും ഇവിടെ ഇങ്ങനെ തുടരാൻ പാടില്ല. ഇതെന്റെ തീരുമാനമാണ്. ഞാൻ ഇറങ്ങാം. അമ്മ വാ, ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട. പ്ലീസ് പപ്പ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. പപ്പ ഒരു വലിയ സ്ഥാനത്താ ഇവിടെ എല്ലാരും കാണുന്നത്. പപ്പ പോയാ അതൊരു വലിയ ഷോക്കാവും. എന്തായാലും എനിക്ക് കിട്ടിയ ഷോക്കിന്റെ അത്ര വരില്ലല്ലോ. അമ്മ ഇറങ്ങ്, നമുക്ക് പോവാം. അല്ല, വേണമെങ്കിൽ ഞാനിവിടെ. ഇത്രയും കണ്ടിട്ട് മതിയാവുന്നില്ലേ അമ്മയ്ക്ക്? അമ്മ വാ. എന്നാ ശരി, ഞാനും വരാം. നമുക്ക് വീട്ടിൽ പോയിട്ടെ അവരുടെ കൂടെ അങ്ങോട്ട് വിളിപ്പിക്കാം. ആ പിന്നെ മഹേഷേ, എപ്പ എനിക്ക് ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ്ടേ? അതൊക്കെ പിന്നെ ഡ്രൈവർ വിട്ട് എടുപ്പിക്കാം. അമ്മ ഇപ്പൊ തന്നെ എന്നോടൊപ്പം ഇറങ്ങണം. മതിയാ? ആ ബാലു, ഞാൻ ഇറങ്ങാം. അമ്മയും കൊണ്ട് പോവാ. അങ്കിൾ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ബാലു, എനിക്ക് തർക്കിക്കാൻ വയ്യ. എല്ലാവർക്കും എന്ത് കാര്യത്തിൽ ഒരു ന്യായം കാണും. ഇവിടെ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ന്യായം കാണും. പക്ഷേ എനിക്കിവിടെ നടന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മോള് പറയുന്നത് ഞങ്ങൾ കേട്ടു.
ഞങ്ങള് സാറിനെ വലിയൊരു സ്ഥാനത്താ കണ്ടിട്ടുള്ളത്. ഹും. സാറിപ്പ ഇറങ്ങിപ്പോയാ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റൂല. എനിക്കിത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാ ഞാനിവിടുന്ന് ഇറങ്ങി പോകുന്നത്. പിന്നെ എനിക്ക് വലിയ സ്ഥാനം തന്നതിനൊക്കെ നന്ദി. പക്ഷേ ഞാനിവിടെ വളരെ ചെറുതായിപ്പോയി. ഞങ്ങളുടെ കുടുംബത്തിൽ കേട്ടുകളി പോലില്ലാത്തൊരു കാര്യമാണ് ഇവിടെ എന്റെ മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ എനിക്ക് കാണേണ്ടി വന്നു. അങ്കിൾ പ്ലീസ് പോവരുത്. അങ്കിൾ, നടന്ന കാര്യം ഞാൻ പറയാം. അയ്യേ എടാ, നീ ഇനി എന്തോ പറയാനാ? ഈ ചെറുക്കൻ കൃമി പോലെ ഇരുന്നിട്ടേ ഇവൻ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് അറിയാവോ? എടാ, ഞാൻ ആരാ മോള് ഒക്കെ ഞാൻ തുരന്ന് കണ്ടുപിടിച്ചു. പെരുമ്പറ കുട്ടി ഞാൻ എല്ലാരെയും അറിയിക്കുകയും ചെയ്തു. എന്റെ മകളുടെ ഭാവി എനിക്ക് പ്രധാനമാണ്. ആ ഞാനും അമ്മയും യാമിനെയൊക്കെ കൂടി ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കും. അമ്മ വരും. ഓ എന്റെ അമ്മോ, ഈ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. വാ സാർ പോവരുത് അമ്മേ. സാർ. ഇനി നിർബന്ധിക്കണം. വാ ഇങ്ങോട്ട്. വന്നു. സോറിയോ? എന്റെ അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എനിക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു. അമ്മയെ കൊണ്ട് വളരെ നന്നായി ബുദ്ധിമുട്ടിയെന്നും എനിക്കറിയാം. അയ്യോ, അമ്മ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ ചൂടാകലും ബഹളമൊക്കെ നടത്തിയത്. ഒരു അഭിനയം, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങളോട് തർക്കമുണ്ടാക്കി അമ്മയെ തിരിച്ചു കൊണ്ടുപോകണം, അങ്ങനെ വിചാരിച്ചാ വന്നത്. പക്ഷെ ഇഷ്യൂ ഇവിടുന്ന് തന്നെ കിട്ടി. അപ്പോ സാറിന് നമ്മളോട് ദേഷ്യമൊന്നുമില്ല? എനിക്കെന്തിനാ ദേഷ്യം? വഴക്കും തർക്കവും ഒക്കെ എല്ലായിടത്തും ഇല്ലേ? അതുമല്ല, ആ മാർത്താണ്ഡ പിള്ളയെ മുമ്പ് വന്നപ്പോ തന്നെ ഞാൻ കണ്ടിരുന്നു. അപ്പോഴേ മനസ്സിലായതാ അയാളൊരു കുഴപ്പക്കാരനാ. പപ്പ, എങ്കിലും എന്റെ പപ്പ ഞങ്ങൾ എല്ലാരും പേടിപ്പിച്ചു കളഞ്ഞു. എന്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു അഭിനയത്തിന്. താങ്ക് യു, താങ്ക് യു. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അങ്കിൾ നമ്പർ ഇടുകയല്ലേ എന്ന്. മഹേഷ് നേരത്തെയാണല്ലോ, ഓഫീസിൽ പോയില്ലേ? അമ്മയോ? എന്താ അമ്മേ, മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? മഹേഷ് വിളിച്ചു, ഞാൻ കൂടെ ഇനി പോന്നു. മഹേഷ് വിളിച്ചെന്നോ? മഹേഷ് അവിടെ വീട്ടിൽ പോയിരുന്നോ? എന്താ അമ്മ, ഒന്ന് തെളിച്ചു പറയ്. എന്റെ മോളെ, മഹേഷിന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ മകള് ചെന്നു പെട്ടിരിക്കുന്ന സ്ഥലം എത്ര കുഴപ്പം പിടിച്ചതാണെന്നൊക്കെ എന്റെ മോൻ നേരിട്ട് കണ്ടു. ഇനി കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് നിയന്ത്രിക്കാമെന്ന് മഹേഷ് പറഞ്ഞു. നമ്മുടെ മോളെ മഹേഷ് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഓ, ആ ഗുഹേന്ന് പുറത്ത് ചാടിയപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇന്ന് AC ഇട്ട് നീണ്ടു നിവർന്നൊന്ന് കിടക്കണം.